എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ത്വക്ക് രോഗ ക്യാൻസറിനെ പറ്റിയാണ്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ത്വക്ക് രോഗ ക്യാൻസറുകളുണ്ട്. ഒന്ന് സ്ക്വാമസ് സെൽ കാർസിനോമ, ബേസൽ സെൽ കാർസിനോമ, മെലനോമ. ഇന്ന് ഞാൻ നിങ്ങളോട് കൂടുതലായിട്ട് സംസാരിക്കുന്നത് ഈ മെലനോമ എന്ന വിഷയത്തെ പറ്റിയാണ്. എന്താണ് മെലനോമ? മെലനോമ എന്നത് ശരീരത്തിൽ കാണുന്ന മെലനോസൈറ്റ് എന്ന കോശങ്ങളുടെ അനിയന്ത്രിതമായിട്ടുള്ള വളർച്ച മൂലമുണ്ടാകുന്ന ഒരു ത്വക്ക് രോഗ ക്യാൻസറാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ശരീരത്തിൽ മറുകുകൾ ഉണ്ടാവും. അപ്പം ഇത്തരത്തിലുള്ള മറുകുകൾ അപ്പോൾ പുതുതായിട്ട് ഉണ്ടാകുന്ന ഒരു മറുകുകളോ ഇല്ല ഓൾറെഡി ഉള്ള ഒരു മറുകിൻ്റെ വലിപ്പത്തിലോ നിറത്തിലോ ഉള്ള വ്യത്യാസങ്ങളോ ഒക്കെ കാണുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള ത്വക്ക് രോഗ അർബുദത്തെ സംശയിക്കേണ്ടത്. എന്തൊക്കെയാണ് ഒരു മെലനോമ എന്ന സ്കിൻ ക്യാൻസറിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ്? ഒന്നാമതായിട്ട് എക്സ്പോഷർ ടു സൺലൈറ്റ്, അതായത് സൂര്യപ്രകാശം. സൂര്യപ്രകാശത്തിലെ എല്ലാ രശ്മികളും നമുക്ക് ക്യാൻസർ ഉണ്ടാക്കില്ല. അതിലെ പ്രധാനപ്പെട്ട അൾട്രാവയലറ്റ് ബി റേസ് ആണ് കൂടുതലായിട്ടും മെലനോമ പോലെയുള്ള സ്കിൻ ക്യാൻസറുകൾക്ക് കാരണമാകുന്നത്. രണ്ടാമത് ഫെയർ സ്കിൻഡ് ആയിട്ട് ഇൻഡിവിജ്വൽസ്, ലൈറ്റ് സ്കിൻഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ്, ഇത്തരത്തിലുള്ള ആൾക്കാർക്കും ത്വക്ക് രോഗ ക്യാൻസർ വരാനുള്ള സാധ്യത സാധാരണക്കാരെ അപേക്ഷിച്ച് കൂടുതലാണ്. മൂന്നാമതായിട്ട് ഫാമിലി ഹിസ്റ്ററി. വളരെ ചുരുക്കം പെർസെൻറ്റേജ് ആൾക്കാർക്ക് പാരമ്പര്യമായിട്ടും ഇത്തരത്തിലുള്ള മെലനോമ പോലുള്ള സ്കിൻ ക്യാൻസറുകൾ വരാവുന്നതാണ്. നാലാമതായിട്ട് നമ്മുടെ പ്രതിരോധ ശക്തി കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ, ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു മജ്ജ മാറ്റി വെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞ ആൾക്കാരാണെങ്കിലോ ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും രോഗപ്രതിരോധ ശേഷിയുടെ പ്രവർത്തനം കുറഞ്ഞ ഉള്ള ആൾക്കാരാണെങ്കിലോ അങ്ങനെയുള്ളവർക്കൊക്കെയും ത്വക്ക് രോഗ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ ചില കെമിക്കൽസ്, ആഴ്സനിക് പോലുള്ള കെമിക്കൽസ് ഇല്ലെങ്കിൽ മുൻപായിട്ട് റേഡിയേഷൻ ചികിത്സ കിട്ടിയവർക്കും ത്വക്ക് രോഗ ക്യാൻസർ വരാവുന്നതാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? പൊതുവെ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ABCDE എന്നൊരു ന്യൂമോണിക് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. A for asymmetry, അതായത് മറുകുകൾക്കുള്ള വ്യത്യാസം. ഒരു സൈഡിനെ അപേക്ഷിച്ച് മറ്റ് സൈഡിലുള്ള വളരെ വലിപ്പത്തിലോ ആൾക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. 2, അതിൻ്റെ അതിരുകൾ, ബോർഡേഴ്സിൽ വളരെ വ്യത്യാസം കാണുക. കളേഴ്സ്, യൂഷ്വലി മറുകളൊക്കെ കറുപ്പ് കളറായിരിക്കും, പക്ഷേ ചില ആൾക്കാർക്ക് അതിൻ്റെ കളറുകൾ മാറിക്കൊണ്ടേയിരിക്കും. കറുപ്പ് എന്നുള്ളത് തവിട്ട് നിറമാകാം, പിന്നീട് ചുവപ്പ് കളറാവാം. അപ്പം ഇങ്ങനെ വ്യത്യാസമായിട്ടുള്ള കളറുകൾ ഉണ്ടെങ്കിലും നമ്മൾ ഇത്തരം അസുഖങ്ങൾ സംശയിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വ്യാസം 6 മില്ലിമീറ്റർ കൂടുതലുള്ള മറുകളാണെങ്കിലും തീർച്ചയായിട്ടും നമ്മളത് ഫോളോ അപ്പിൽ വെക്കേണ്ടുന്ന ഒന്നാണ്. പിന്നെ ഇവോൾവിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാനുസൃതമായിട്ട് അതിൻ്റെ വലുപ്പത്തിലും നിറത്തിലും ഒക്കെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരു ത്വക്ക് രോഗ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളായി നമുക്ക് വിലയിരുത്താം. അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളൊരു ഡെർമറ്റോളജിസ്റ്റിനെയോ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെയോ ഒരു ഓങ്കോളജിസ്റ്റിനെയോ സമീപിക്കാവുന്നതാണ്. ഇനി എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ അസുഖം നിർണ്ണയിക്കാവുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു സംശയമുള്ള ഒരു മറുകുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക അതിനെ ഒരു ബയോപ്സി ടെസ്റ്റിന് വിധേയമാക്കുക എന്നാണ്. അപ്പോൾ ബയോപ്സി ടെസ്റ്റ് കൺഫേം ആയി കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സയിലേക്ക് നമ്മൾ കടക്കുന്നു. ചികിത്സ എന്ന് പറയുന്നത് വളരെ നേരത്തെയുള്ള സ്റ്റേജ് ആണോ അതോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജ് ആണോ എന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വളരെ നേരത്തെയുള്ള സ്റ്റേജ് ആണെങ്കിൽ സർജറിയാണ് അതിൻ്റെ ചികിത്സ. സർജറിക്ക് ശേഷം അതിൻ്റെ സ്റ്റേജ് അനുസരിച്ച് ഇപ്പോൾ കടലുകളിലേക്ക് വ്യാപിച്ചതാണെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പി പോലുള്ള ചികിത്സയും റേഡിയേഷൻ പോലുള്ള ചികിത്സകളും അതിനൊപ്പം ഉണ്ടാവുന്നതാണ്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ഇമ്മ്യൂണോതെറാപ്പിയും അതുപോലെ തന്നെ ടാർഗറ്റഡ് തെറാപ്പി പോലുള്ള ചികിത്സകളാണ്. ഇത്തരം ചികിത്സകൾ ഉപയോഗിച്ച് നമുക്ക് ഇത്തരം മെലനോമ പോലെയുള്ള വളരെ അപകടകാരിയായിട്ടുള്ള ഒരു സ്കിൻ ക്യാൻസറിനെ വളരെ കാലം നിയന്ത്രിച്ച് കൊണ്ടുപോകാവുന്നതാണ്. താങ്ക് യു.